ഇന്നിപ്പോ നമ്മുടെ കൂടെയുള്ളത് ഗീതു ശിവകുമാർ മാം ആണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യുന്നതില്. എന്തായാലും ഇപ്പോ ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷനിലാണ് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത്. ലോക്ക്ഡൌൺ ആണ്. ഇത് എത്ര നാൾ എക്സ്റ്റെൻഡ് ആവുന്നൊന്നും അറിഞ്ഞൂടാ. അപ്പൊ ഇങ്ങനത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ക്വയറീസും ഡൗട്ട്സും ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഫ്യൂച്ചറിനെ പറ്റിയാണെങ്കിലും പ്ലേസ്മെന്റ്സും കരിയറും ഒക്കെ. അപ്പൊ ആ എല്ലാ സംശയങ്ങളും സോൾവ് ചെയ്യാൻ ഒരു വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള ഫിഗർ ആയിട്ടാണ് മാമിനെ ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോ ഒരു പാഷനേറ്റ് ടെക്കിയാണ്, ഒരു സ്വന്തമായിട്ടൊരു കമ്പനി, ഒരു IT കമ്പനിയുടെ CEO ആണ്, ആൻഡ് വൺ among the best ആണ് മാം. So we feel really humble to have you here and a big thank you for agreeing to do this. Yeah, so നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മാം. സോ ആദ്യമായിട്ട് ഇപ്പോ നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയപ്പോ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പ്ലേസ്മെന്റ്സിനെ കുറിച്ച് തന്നെയാണ്. ബിക്കോസ് COVID-19 ഹാസ് ബ്രോട്ട് അബൌട്ട് എ സൈഡ് എഫക്ട് ഓഫ് എ ഡാമേജ്ഡ് എക്കോണമി. ഹൗ ഡു യു തിങ്ക് ദിസ് ഇസ് ഗോയിങ് ടു എഫക്ട് ന്യൂ റിക്രൂട്ട്മെന്റ്സ്? ഇപ്പോ പുതിയ കമ്പനീസ് ഒക്കെ അവരുടെ റിക്വയർമെന്റ് ക്രൈറ്റീരിയസ് ഒക്കെ റേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോ കട്ട് ഓഫ് CGPA പോലെയുള്ള സംഭവങ്ങളൊക്കെ. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഒരു മാസ് പ്ലേസ്മെന്റ് ഈ വർഷം അടുത്ത ഒരു 2 വർഷത്തേക്ക് നടക്കാനുള്ള പോസിബിലിറ്റീസ് കുറവാണ്. കാരണം ഇപ്പൊ എല്ലാ കമ്പനീസും ഒരു കോസ്റ്റ് കട്ടിംഗ് മോഡിലോട്ടാ പോകുന്നത്, എസ്പെഷ്യലി ഈ വർഷം. അപ്പൊ അവരുള്ള റിസോഴ്സസിനെ കുറയ്ക്കാൻ നോക്കുക, ബാക്കിയുള്ള റിസോഴ്സസ് എങ്ങനെ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഇപ്പം 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നവരെ എടുത്തിട്ട് 2 പോസ്റ്റ് ഒഴിവാക്കാമോ, അങ്ങനത്തെ കാര്യങ്ങൾ ആണ് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് കഴിഞ്ഞ വർഷം അല്ല അതിന് മുമ്പേ വരെ നടന്നുകൊണ്ടിരുന്ന പോലെ ഇപ്പം ഒരു കമ്പനി വന്നിട്ട് 50 പേരെ ഒരുമിച്ച് എടുക്കുന്ന ഒരു പോസിബിലിറ്റി ഈ അടുത്ത ഒരു 2 വർഷത്തേക്ക് നമുക്ക് അധികം എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ഓൾസോ പ്ലേസ്മെന്റ് ഡ്രൈവ്സിനെ പറ്റി എനിക്ക് തോന്നുന്നത് വളരെയധികം കുറവായിരിക്കും. ഇപ്പം 1-2 പേരെയൊക്കെ വേണ്ടവർ വന്ന് ചേർത്ത് ചെയ്താലേ, പക്ഷെ മാസമായിട്ടുള്ള പ്ലേസ്മെന്റ് ഡ്രൈവ്സ് നടക്കാനും ചാൻസ് കുറവാണ്. നമ്മൾ എന്ത് ചെയ്യണം എന്നായിരിക്കും നമ്മുടെ എല്ലാം ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ അകത്ത് എനിക്ക് പറയാനുള്ള, ഇപ്പൊ ഞാൻ ഒരു കമ്പനിയുടെ ഇപ്പൊ ഒരു HR പെർസ്പെക്റ്റീവ് നിന്ന് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം വരുന്ന ഒരു നമ്മുടെ അടുത്ത് ഒരു കിട്ടുന്ന ഒരു റെസ്യൂമേക്കകത്ത് ഒരു മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് തോന്നിയ, അല്ലെങ്കിൽ സ്കിൽസ് പ്രാക്ടിക്കലി നന്നായിട്ട് അറിയാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു നല്ല CGPA അല്ലെങ്കിൽ കുറെ നമ്മൾക്ക് അക്കാഡമിക് ആയിട്ടുള്ള കുറെ സർട്ടിഫിക്കറ്റ്സിന്റെ അകത്ത് ഇപ്പൊ വലിയ കാര്യം ഉണ്ടാവില്ല. പക്ഷെ പ്രാക്ടിക്കൽ ആയിട്ട് അതായത് നമുക്ക് എത്രയും കുറച്ച് ട്രെയിനിങ് കൊടുത്തിട്ട് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ആളാണോ, അല്ലെങ്കിൽ ഇപ്പൊ അയാളെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരുമിച്ച് നടക്കാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കമ്പനീസ് മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത്. ആസ് എ സ്റ്റുഡന്റ് അപ്പൊ നമ്മൾ എങ്ങനെയാണ് കുറെ കൂടി ഇമ്പ്രൂവ് ആവേണ്ടത്? ലൈക്ക് ഏതൊക്കെ സ്കിൽസ് ആയിരിക്കും നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആക്കേണ്ടിയുള്ളത്? ഇപ്പൊ നിങ്ങൾ ഏത് ഏരിയയിലോട്ടാ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആലോചിക്കണം. ഇതിപ്പോ ഫോർ എക്സാമ്പിൾ കോഡിങ്ങിലോട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാക്കണം. ഓൺലൈൻ കോഴ്സസ് ചെയ്തിട്ടോ അല്ലെ ചെയ്ത് പഠിച്ചിട്ടോ, ജസ്റ്റ് കോഴ്സ് ചെയ്ത് സർട്ടിഫിക്കറ്റ് മാത്രം മേടിച്ചോണ്ട് കാര്യമില്ല. കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ചെറിയ പ്രോജക്ട്സ്, ലൈക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും മതി, എന്തെങ്കിലും ഒരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഓൺ ആക്കി ഉണ്ടാക്കിയിട്ട് അത് ഹോസ്റ്റ് ചെയ്യുക, എന്നിട്ട് അത് റെസ്യൂമേൽ വെക്കുക. ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ലിങ്കും കൂടെ കൊടുക്കാം. അത് വളരെ ഇംപ്രസീവ് ഒരു കാര്യമായിരിക്കും. എന്തോ ആണെന്നുണ്ടെങ്കിലും പ്രാക്ടിക്കലി ഉള്ള നോളജ് അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക്കിന് പുറത്തോട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മുടെ റെസ്യൂമിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. ഈ ഒരു ടൈമില് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് ഫീൽഡ്സ് ഏതൊക്കെയാണെന്നാണ് ഇപ്പൊ മാമിന് തോന്നുന്നത്? അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ സൂം വെബിനാർ, അങ്ങനെ കുറെ നമ്മളിപ്പോ വെബിനാർസ്, ഓൺലൈൻ ലൈവ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പോ ഇവരുടെയൊക്കെ ഈ ഒരു റീച്ച് എന്ന് പറയുന്നത് സീസണൽ പോലെ ആയിരിക്കും എന്ന് വെച്ചാൽ വൺസ് ദിസ് കൊറോണ എല്ലാം മാറിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഒരു സിറ്റുവേഷൻ എന്തായിരിക്കും എന്നാണ് മാമിന് തോന്നുന്നത്? എന്റെ ഒപ്പീനിയനിൽ ഇപ്പം അഗ്രികൾച്ചർ റിലേറ്റഡ് ടെക്നോളജി ആൻഡ് ഹെൽത്ത് കെയർ റിലേറ്റഡ് ടെക്നോളജിക്ക് ഡെഫിനറ്റായിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ ഫിൻടെക് ഓപ്പർച്യൂണിറ്റി ഉള്ള ഏരിയ ആണ്. ഏറ്റവും നമ്മൾ ചെയ്തുകൂടാത്ത ഒരു ഏരിയ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി റിലേറ്റഡ്, കാരണം ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയ ഒരു ഏരിയ ആണ്. ഇനി കൊറോണ മാറി ലോക്ക്ഡൌൺ എല്ലാം മാറിയാൽ തന്നെ നമ്മളൊന്നും ഇപ്പം സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. വേറൊരു സ്ഥലത്ത് പോയി ഇനി അവിടെ ഒരു ക്വാറന്റൈൻ ആവാനൊന്നും ആരും അധികം ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അടുത്ത കുറച്ച് നാളത്തേക്ക് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി വലിയ റിസ്കിലാണ്. ഈ സൂമിന്റെ ഒക്കെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇതൊരു സീസണൽ ഇതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ സീസണൽ ആയിരിക്കും. ഇ കൊമേഴ്സ്, ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചിലപ്പോൾ ലോക്ക്ഡൌൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ തിരിച്ച് സൂപ്പർ മാർക്കറ്റിൽ തന്നെ പോയി മേടിക്കാനായിട്ട് തുടങ്ങിയേക്കാം. പക്ഷെ ഇപ്പൊ TCS അവരുടെ 75% എംപ്ലോയീസിനെ പെർമനന്റ് വർക്ക് ഫ്രം ഹോം ആക്കാൻ പോവാ ഇനിയിപ്പോ. അപ്പം ഈ വർക്ക് ഫ്രം ഹോമിന്റെ ഒരു കോൺസെപ്റ്റ് കമ്പനീസിനെല്ലാം ഇനിഷ്യലി ഇഷ്ടപ്പെട്ടു തുടങ്ങി. നേരത്തെ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. ഇപ്പം നിസ്സഹായത കാരണം ചെയ്യേണ്ടി വന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട് ഇത് കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം ഓഫീസ് വേണ്ട, ആൾക്കാരെല്ലാം അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ ഇന്റർനെറ്റിൽ വർക്ക് ചെയ്തോളും.
പിന്നെ കാര്യങ്ങളെല്ലാം നടക്കും. ഇൻ കേസ് എക്സ്ട്രാ അവേഴ്സ് ഉണ്ടെങ്കിൽ അവർ ചെയ്യും. ഓഫീസിലാണെങ്കിൽ അവർ ഓഫീസിൽ ഇരുന്ന് ചെയ്യത്തില്ല, വീട്ടിലാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ അവേഴ്സ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാരണം വർക്ക് ഫ്രം ഹോം ഒരു മോഡിലോട്ട് പല കമ്പനീസും മാറുന്നുണ്ട്. അപ്പൊ സൂം പോലത്തെ പ്ലാറ്റ്ഫോമിന് ഡെഫിനറ്റ് ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് ഈ പെർഫോമൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസിനൊക്കെ ഡെഫിനറ്റ് ആയിട്ട് ഡിമാൻഡ് കാണും. പിന്നെ ഈ ഇതുപോലത്തെ ഇ കൊമേഴ്സ്, ഗ്രോസറി ഷോപ്പിംഗ് അങ്ങനത്തെ കുറച്ച് ഏരിയാസ് ഒക്കെ ചിലപ്പം കാര്യങ്ങൾ തിരിച്ച് ബാക്ക് ടു നോർമൽ ആകുമ്പം കുറയുമായിരിക്കും. പക്ഷെ ഇപ്പം ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സും പ്രൈമും ഒക്കെ നമ്മൾ കൂടുതൽ യൂസ് ടു ആയി നേരത്തെ. അപ്പൊ ഇനി ചിലപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോകുന്നതിന്റെ ഫ്രീക്വൻസി ചിലപ്പോൾ ഒന്ന് കുറഞ്ഞേക്കാം. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വരുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ ആൾക്കാർ എന്തിലോട്ടായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. മാം പിന്നെ നേരത്തെ മാം പറഞ്ഞിരുന്നു ഇപ്പോ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ മെഡിക്കൽ റിസർച്ച് ഫീൽഡിനെ പറ്റിയിട്ട്. അപ്പൊ ലൈക്ക് ഈ ലോക്ക്ഡൌൺ ടൈമിൽ കുറെ പേർക്ക് ഇങ്ങനെ ലൈക്ക് എക്കണോമിക്കലി ക്രൈസിസ് സിറ്റുവേഷൻ വന്നെങ്കിലും ഇവര് കുറെയൊക്കെ ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടല്ലോ, അവർക്കൊരു ബൂസ്റ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ഒരു വേയിലുള്ള സ്റ്റാർട്ടപ്പിന്റെ ഫ്യൂച്ചറിനെ പറ്റിയിട്ട് മാമിന് എന്താ തോന്നുന്നത്? ലൈക്ക് എന്തൊക്കെ പൊട്ടൻഷ്യൽ ഫീൽഡ്സ് ഉണ്ട് ഈ ഒരു ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ റിസർച്ച് ഫീൽഡിൽ? ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് ഇപ്പം വെൽനെസ്സിനുള്ള ഹെൽത്ത് കെയറിനെക്കാട്ടി കൂടുതൽ വെൽനെസ്, അതായത് ഇപ്പം എല്ലാവർക്കും അവരുടെ ഇമ്മ്യൂണിറ്റി നന്നാക്കി വെക്കുക, അവരുടെ ഹെൽത്ത് നന്നാക്കി വെക്കുക എന്നുള്ളൊരു ഇതിലോട്ട് കോൺഷ്യസ് ആവും. അപ്പൊ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഫുഡ്സ് അല്ലെങ്കിൽ വേസ് ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പൊ എല്ലാവരും എല്ലാ ദിവസവും യോഗ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഹെൽത്തി റുട്ടീൻ പ്രാക്ടീസ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒക്കെ ഏരിയാസിൽ ഒരു ഡിമാൻഡ് കാണും. പിന്നെ ഇപ്പം ഫുഡ് ടെക്നോളജി ആണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഫുഡ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഫുഡ് ബ്രാൻഡ്സിന് ഒരു ഡിമാൻഡ് കാണും. പിന്നെ ഇപ്പം ഈ കൊറോണ പ്രൊട്ടക്ഷൻ ടൈപ്പ് ഈ കിറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനീസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവർക്ക് കേരള ഗവൺമെന്റിൽ നിന്ന് ഓർഡേഴ്സ് കിട്ടിയാണ്. പക്ഷെ അതിപ്പോ നമുക്ക് ആർക്കും നേരത്തെ അറിയാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ഒരു സാധനം വരും. പിന്നെ ഇപ്പം കൊറോണയുടെ വാക്സിൻ കണ്ടുപിടിക്കുന്നവർ ഈ കിറ്റ്സ് ഉണ്ടാക്കുന്നത് ഒരു നല്ല ഓപ്ഷനാണ്. പക്ഷെ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി പാർട്സ് ഒക്കെ മേടിച്ചുണ്ടാക്കുന്ന അത്ര എളുപ്പമാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം എത്ര അവൈലബിൾ ആണ് ഇതിന്റെ കെമിക്കൽസ് അങ്ങനെയൊന്നും അറിയത്തില്ല. അതായത് നമ്മൾ എപ്പോഴും ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പൊ ഒരു സീസണിലേക്ക് മാത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ മൈൻഡ് ഡിസൈഡ് ചെയ്യണം ഇത് കൊറോണ കഴിയുമ്പോൾ ഞങ്ങൾ നിർത്താൻ പോകുന്ന ബിസിനസ് ഇപ്പം മാത്രം കാശുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ലോങ് ടേം ആയിട്ട് പ്ലാൻ ചെയ്യുന്നതുണ്ടെങ്കിൽ ഇത് കാരണം വന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഇത് മാറിക്കഴിഞ്ഞാൽ അതെങ്ങനെ എഫക്റ്റ് ആവുന്ന കൂടെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. വൈഡ് സ്കെയിലിൽ നമ്മൾ കുറെയൊക്കെ കൺസിഡർ ചെയ്യേണ്ടി വരുമല്ലോ ഫാക്ടേഴ്സ്. അതെ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഗ്രോസറി ഷോപ്പിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട് ഈ കൊറോണ കഴിയുമ്പോൾ ആൾക്കാർ തിരിച്ച് കടയിൽ തന്നെ പോയി മേടിക്കാൻ തുടങ്ങുന്നത്. എത്ര പേര് ഈ ഗ്രോസറി നമുക്ക് അത്യാവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഹോം ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഫിഷിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും, അത് അപ്പുറത്തെ മാർക്കറ്റിൽ പോയി മേടിക്കും എന്നുള്ളത് എനിക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നുന്ന ഒരു ഏരിയ. അപ്പൊ അതുപോലെ കുറെ ഏരിയാസ് ഉണ്ട് ഇപ്പൊ എമേർജ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൽ ഏതൊക്കെ ഏരിയാസ് ഇനിയും ലാസ്റ്റ് ചെയ്യും, ഏതൊക്കെ മാറും എന്നുള്ളത് ഈ ഫൗണ്ടേഴ്സ് തന്നെ ആലോചിക്കണം. കാരണം ആർക്കും 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ത് പറ്റുന്നത്. നമുക്കൊരു അസംഷൻ വെച്ച് പോവാമെന്നേ ഉള്ളൂ. പിന്നെ നമുക്കിപ്പോ ഒരു എന്ത് ഐഡിയ ആണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ അത് അഡാപ്റ്റബിൾ ആയിരിക്കണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി കഴിഞ്ഞ 2 വർഷമായിട്ട് ഡൗൺ ആണ്. അപ്പൊ ആ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ കൂട്ടത്തിൽ അവരുടെ സ്പെയർ പാർട്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരുടെ വീൽസ് ഉണ്ടാക്കുന്ന എത്ര കമ്പനീസ് കാണും ഇന്ത്യ മൊത്തം? ആ കമ്പനീസ് എല്ലാം ഈക്വലി എഫക്റ്റഡ് ആണ്. അപ്പം ഒരു ഇൻഡസ്ട്രി ഡൗൺ ആവും അല്ലെങ്കിൽ ഒരു കാര്യത്തിന് മാർക്കറ്റ് ഇല്ലാതെ ആവുമ്പോൾ നമ്മൾ അഡാപ്റ്റ് ചെയ്യത്തില്ല, ഞങ്ങൾ ഇത് തന്നെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ കമ്പനി പൊട്ടിപ്പോകും. അപ്പൊ ഇംപ്രൂവൈസ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്കിപ്പോ ഈ ഐഡിയക്ക് മാർക്കറ്റ് ഇല്ലെന്ന് തോന്നിയാൽ ഉടനെ അത് അധികം പിന്നെ അതന്നെ പിടിച്ചുകൊണ്ടിരിക്കാതെ മാറാനുള്ളൊരു മനസ്സ് വേണം. എന്നാലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ മാമിന്റെ കോളേജ് ലൈഫ് എങ്ങനെയുണ്ടായിരുന്നു? ലൈക്ക് ഇപ്പൊ മാമിന്റെ കുറെയൊക്കെ ഇപ്പൊ അവര് കുറെ മാമിനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ മാം പറഞ്ഞത്. കോളേജിനെ പറ്റി പറഞ്ഞാൽ കുറച്ച് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ക്ലാസ്സിൽ കയറി പഠിക്കുക അങ്ങനെ മാത്രം ഒരു ഇതല്ലായിരുന്നു. എക്സ്ട്രാ കരിക്കുലർ കുറച്ച് പാർട്ടി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ യൂണിയനിലുണ്ടായിരുന്നു. 2 പ്രാവശ്യം ഇലക്ഷൻ വന്നിട്ടുണ്ട്. അതിനും ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം കൂടെ അങ്ങനെ ഒരു സൈഡിലങ്ങ് പോയി. പിന്നെ മേ ബി എനിക്ക് അറ്റൻഡൻസ് പ്രോബ്ലം വരാത്ത അതും കൂടെ കൊണ്ടായിരിക്കും. അത് ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്തത് നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്നു. അപ്പൊ കാരണം 2 വർഷം ഇതായിരുന്നു. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ ലേഡി വർത്തായിരുന്നു, തേർഡ് ഇയർ VC ആയി. പിന്നെ ഫോർത്ത് ഇയർ നമുക്ക് എന്തായാലും പ്രൊജക്ട് ഉണ്ടല്ലോ. അപ്പം അതിന്റെ അവേഴ്സ് എല്ലാ വീക്കിലും വരും. എനിക്ക് തോന്നുന്നു ഞാൻ എക്സാമിന് മുമ്പേ പഠിക്കുന്നതുകൊണ്ട് എന്റെ അസൈൻമെന്റ് ഒക്കെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വെക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ടൈം മാനേജ്മെന്റ് പ്രോബ്ലം ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ വൈകുന്നേരം സ്പെൻഡ് ചെയ്യുമായിരുന്നു. ഇത് ഒരു 5 to 7 ഒക്കെ ഇടയ്ക്കുള്ള സമയം ഞാൻ ഇതുപോലത്തെ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വല്ല ക്ലയൻസിനെ കാണാൻ പോകണമെങ്കിലോ. ഇപ്പൊ പേട്ടയിൽ ഒരു ഡിസൈൻ ഏജൻസി ഉണ്ടായിരുന്നു. അവരെനിക്ക് എപ്പോഴും അവരുടെ വെബ്സൈറ്റിന്റെ വർക്കൊക്കെ തരുമായിരുന്നു. അപ്പൊ അവരെ കാണാൻ എനിക്ക് കോളേജിൽ നിന്ന്
ഞാൻ വൈകുന്നേരം ഒരു ഓട്ടോ പിടിച്ച് പേട്ടയിൽ പോയിട്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ പോവായിരുന്നു. മാമിന് അപ്പൊ അങ്ങനത്തെ അങ്ങനെയൊക്കെ ഫിക്സഡ് ടൈം ഷെഡ്യൂൾ അങ്ങനെ ഉണ്ടായിരുന്നോ, അതോ ലൈക്ക് ജസ്റ്റ് ഫ്ലെക്സിബിൾ പോലെ ആയിരുന്നോ? ഫ്ലെക്സിബിൾ ആയിരുന്നു. പക്ഷെ ഞാൻ ഒരു 7 വരെയൊക്കെ എനിക്ക് വൈകുന്നേരം വീട്ടിൽ പോകാനായിട്ട് കുഴപ്പമില്ലായിരുന്നു. ഞാൻ ഓൾറെഡി ഇങ്ങനെ ചെയ്യുന്നെന്ന് അറിയാന്നുള്ളതുകൊണ്ട് ചെയ്ത ഓൾസോ ഓക്കെ. അപ്പം എനിക്ക് ഒരു 4:30 വീട്ടിൽ എത്തണം എന്ന് പറഞ്ഞായിരുന്നെ കുറച്ച് പാടായിരുന്നു. ബിക്കോസ് അത് കോളേജിന്റെ ഇടയ്ക്ക് നമുക്ക് വെളിയിൽ പോകാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് അടുത്ത് മാമിന്റെ ഫാമിലി സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം ബേസ് ആയിരുന്നല്ലോ ശരിക്കും സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ അവരുടെ സപ്പോർട്ട് ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ടൈമില്? അവർ ആക്ച്വലി വെബ് ഡെവലപ്മെന്റ് ചെയ്യുന്ന കോഡ് ചെയ്യുന്ന എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കോമ്പറ്റീഷന് പോകാനും അങ്ങനെ കൊണ്ടുപോകാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫ്രീലാൻസ് ആയിട്ട് പ്രൊജക്ട് ചെയ്യുന്ന കാര്യമൊക്കെ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു. ആകെപ്പാടെ അവർ ഈ പ്ലേസ്മെന്റിന് ജോലിക്ക് പോകുന്നില്ല ഇതിന് പോകുന്നെന്ന് പറഞ്ഞപ്പോഴാ ആകെപ്പാടെ ഇതൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത സംഭവമല്ലേ എന്ന് ചോദിച്ചത്. അതിന് മുമ്പേ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പൊ അവരെ ഏർണിംഗ് ഉണ്ട്, അധികം വയസ്സൊന്നും ആയില്ലല്ലോ, ഇയേഴ്സ് നമുക്ക് നടന്നില്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് ജോലി നോക്കാം എന്ന് പറഞ്ഞായിരുന്നു ഞാൻ സമ്മതിപ്പിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് അത് പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. സ്പേസ് ഐറ്റം സർവീസസിന്റെ ജേർണി ശരിക്കും എങ്ങനെയായിരുന്നു? ലൈക്ക് ഇപ്പൊ നമ്മുടെ ഇപ്പൊ കോളേജ് തന്നെ എടുക്കുവാണെങ്കിൽ കുറെ പേർക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങാനും അപ്പൊ ആ ഒരു വേയിൽ മൂവ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. അപ്പൊ അവർക്ക് മാമിന്റെ സ്റ്റോറി ശരിക്കും ഒരു ഇൻസ്പിറേഷൻ പോലെ ആയിരിക്കും. അപ്പൊ ആ ഒരു ജേർണി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാന് ഫ്രീലാൻസ് ചെയ്യുമായിരുന്നു എന്റെ 12th സ്റ്റാൻഡേർഡ് ആ ഒരു സമയത്തും കോളേജ് ഫസ്റ്റ് ഇയറിലും എല്ലാം. സെക്കൻഡ് ഇയർ വെച്ച് ഞാൻ ഇത് സ്റ്റാർട്ടപ്പ് ആയിട്ട് ഫോം ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ കോളേജ് തീരുന്ന സമയം വരെ ജസ്റ്റ് പാർട്ട് ടൈം ആയിട്ട് ഒരു രസം അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കോളേജിൽ നിന്ന് വരുന്ന എക്സ്ട്രാ വർക്കൊക്കെ അവർ തരും. അപ്പൊ ഈ കോൺഫറൻസസ് വരുമ്പോ അതിന്റെ ബാക്ക് എൻഡ് മാനേജ്മെന്റും ബാക്കിയുള്ള ഈ ഗ്രാഫിക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുന്ന അതൊക്കെ. അപ്പൊ അതൊക്കെ അവർ യൂഷ്വലി ടെൻഡറാ കൊടുത്തോണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സ്റ്റാർട്ടപ്പ് ആയിട്ട് ഫോം ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ കോളേജിലെ സ്റ്റാർട്ടപ്പ് അല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ തരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ പാസ് ഔട്ട് ആയ സമയത്താ എനിക്ക് പ്ലേസ്മെന്റ് ആയായിരുന്നു. പക്ഷെ അന്നേരത്തേക്ക് ഞാൻ കൂടുതൽ ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു സാലറിനെയും കാട്ടി. പിന്നെ മെയിനായിട്ട് ഞാൻ ചെയ്തത് നെറ്റ്വർക്ക് ചെയ്യുമായിരുന്നു നന്നായിട്ട്. എല്ലാ ഇവന്റ്സിലും പോകുമായിരുന്നു. ആൻഡ് എസ്പെഷ്യലി ഐഡിയ പ്രസന്റേഷൻ അല്ലെങ്കിൽ പ്രോജക്ട് പ്രസന്റേഷൻ അങ്ങനത്തെ ഇതിനെല്ലാം പോകുമായിരുന്നു. അപ്പൊ മെയിനായിട്ട് അതിൽ വരുന്ന എല്ലാ സ്റ്റാർട്ടപ്സ് ആയിരിക്കും. അപ്പൊ അതിൻ്റെ അകത്ത് കുറെ എല്ലാം പ്രോജക്ട് ലെവലിലുള്ളത് കാണും. പിന്നെ കുറെ പേരൊക്കെ നമ്മളെക്കാട്ടി മൂത്തവര് കമ്പനി ആയിട്ട് നടത്തുന്നവര് പ്രൊജക്ട് കൊണ്ട് വരുന്നവര് കാണും. അപ്പൊ അങ്ങനെ നെറ്റ്വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഇതുപോലത്തെ ബിസിനസ് ഇവന്റ്സ് ഒക്കെ നടക്കുമ്പോഴത്തേക്കും അതിൽ പോയിട്ട് മാക്സിമം നെറ്റ്വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ എപ്പോഴും വിസിറ്റിംഗ് കാർഡ്സ് കൈ വെക്കുമായിരുന്നു. എന്നിട്ട് ആരെ കണ്ടു കഴിഞ്ഞാൽ അത് കൊടുത്തിട്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെ പറയണേ എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുമായിരുന്നു. ഞാൻ കോളേജ് സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തത് കാരണം എന്റെ സ്ട്രഗ്ലിംഗ് പീരീഡ് എന്നുള്ളത് ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ആയിരുന്നു. അപ്പം അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് ഒരു ജോലിയില്ല, കോളേജിൽ പോകാൻ പറ്റാതെ വെറുതെ വീട്ടിൽ നിൽക്കുമ്പോൾ സ്ട്രഗ്ലിംഗ് പീരീഡ് വരുന്ന കുറച്ചും കൂടെ നമ്മളെ എഫക്ട് ചെയ്യും. അതായത് കോളേജിൽ നമ്മളെല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ എന്തായാലും ക്ലാസ്സിൽ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, എക്സാംസ് അതിന്റെ ഇടയ്ക്ക് അസൈൻമെന്റും പ്രൊജക്റ്റും ഒക്കെ വരും. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായതുകൊണ്ട് അത്ര ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിന്റെ സ്ട്രഗിൾ എന്നെ എഫക്ട് ചെയ്തില്ല. അതുകൊണ്ട് അത് കുറച്ചും കൂടി ഈസിയർ ആയിട്ട് പാസ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ കോളേജിൽ പോകുമ്പോൾ പറയാറുണ്ട്, ഈ കോളേജിൽ പഠിക്കുന്നതിന്റെ ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത അതൊരു ഗുണമാണ്. നിങ്ങൾക്ക് എന്തായാലും 4th ഇയർ ആവുന്നവരെ ആരും ജോലിക്ക് പോകാനൊന്നും പറയത്തില്ല. അതുവരെ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് നല്ല സമയമുണ്ട്. പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനായിട്ടും ഇല്ല. മാമിനപ്പൊ ശരിക്കും ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞൊരു ആ ഒരു ഐഡിയ മാമിന്റെ മൈൻഡിൽ വന്നത് ലൈക്ക് മാം പറഞ്ഞപ്പോ 12th തൊട്ട് മാം ചെയ്ത് തുടങ്ങിയിരുന്നു ഫ്രീലാൻസ് ആയിട്ട്. അപ്പൊ ലൈക്ക് ശരിക്കും എന്റെ വഴി ഇതാണ്, ലൈക്ക് എനിക്ക് ഇങ്ങനെ പെർസ്യൂ ചെയ്യണം, അത് തോന്നിയത് മാമിന് എപ്പോഴായിരുന്നു ശരിക്കും? ഞാൻ ഫ്രീലാൻസ് ചെയ്തത് അങ്ങനെ സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ പ്രൈസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ആൾക്കാരുടെ എൻക്വയറീസ് വന്നപ്പം കാശ് കിട്ടുന്നുണ്ടായിരുന്നു, എനിക്ക് പ്രത്യേകിച്ച് സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചെയ്ത് കൊടുത്തോണ്ടിരുന്നേ ഉള്ളൂ. പിന്നെ സ്റ്റാർട്ടപ്പിനുള്ള ഇത് വന്നത് ആക്ച്വലി ഞങ്ങളുടെ കോളേജിൽ ഞാൻ സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോഴാണ് ഫസ്റ്റ് ആയിട്ട് ഇൻക്യുബേറ്റർ തുടങ്ങിയത്. അതിനു മുമ്പ് ഞാൻ ഈ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ഇവന്റ്സിനൊക്കെ പോകുമായിരുന്നു. അപ്പോഴും അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ പ്രിൻസിപ്പള് ഞങ്ങളുടെ ഇവിടെ സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്യണം, ആരെങ്കിലും ഒക്കെ മുന്നോട്ട് വരണം എന്നൊക്കെ പറയാൻ തുടങ്ങി. പിന്നെ സാറ് എന്നിട്ട് പേഴ്സണലി എപ്പോഴും പ്രൊജക്റ്റ് ഒക്കെ തരുമായിരുന്നു. അല്ലാതെ അങ്ങനെ സാറും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ടീച്ചറൂടെ പുഷ് ചെയ്തിട്ട് എന്തായാലും ചെയ്യും, അല്ലെങ്കിൽ പിന്നെ സ്റ്റാർട്ടപ്പ് ആക്കി ചെയ്തുകൂടെ പറഞ്ഞപ്പോഴാ അങ്ങനെ ഒരു ഐഡിയയിലോട്ട് പോവാമെന്ന് വിചാരിച്ചു. മാം ഇപ്പോ ലോക്ക്ഡൌൺ പീരീഡില് മാമിന്റെ കമ്പനി ഇപ്പൊ എങ്ങനെയാണ്, ലൈക്ക് എങ്ങനെ മാമിന്റെ കമ്പനീനെ അത് എഫക്ട് ചെയ്തിട്ടുള്ളത്? എനിക്ക് ആക്ച്വലി തോന്നി, ഞാൻ തുടങ്ങിയ തൊട്ട് ഇതുവരെയുള്ള ഏറ്റവും കൂടുതൽ എനിക്ക് പ്രൊജക്ട് വന്നിട്ടുള്ള മക്കൾക്ക് കഴിഞ്ഞ 3 മാസമായിരുന്നു. എനിക്ക് എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നിയ റീസൺ എന്ന് പറഞ്ഞാല് ഇപ്പൊ എല്ലാവരും വീട്ടിനകത്തായി പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റാതെ ആയപ്പോഴത്തേക്കും ഈവൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് കമ്പനീസ് ഉള്ളവരും അല്ലാത്തവരും എല്ലാം
ഓൺലൈനായിട്ട് ചെയ്യാനുള്ള വഴികൾ ആലോചിച്ച് തുടങ്ങി. അപ്പൊ അവർക്ക് കൂടുതൽ ഇങ്ങനെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ വെബ് പ്ലാറ്റ്ഫോം കൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ആലോചിച്ചതിന്റെ ഒരു റിസൾട്ട് ആയിരിക്കണം. കുറച്ച് ആൾക്കാർക്ക് എന്റെ അടുത്ത് സെയിം കാര്യം പറഞ്ഞായിരുന്നു. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനീസ് ഒക്കെ എഫക്റ്റ് ആയി. കാരണം കടകളൊന്നും ഓപ്പൺ ചെയ്യാൻ പറ്റാതെ ആയപ്പോ പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ടല്ലേ അതിന്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഈ ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ്, വെബ് ആപ്ലിക്കേഷൻസ് അങ്ങനത്തെ എനിക്ക് കുറെ എൻക്വയറീസ് വന്നായിരുന്നു. അത് കുറെ കൺവേർട്ടും ആയായിരുന്നു. എനിക്ക് ഈ ലോക്ക്ഡൌണിൽ ഏറ്റവും കൂടുതൽ വർക്ക് കിട്ടിയത് എനിക്ക് റീസണൽ ആയിട്ട് തന്നെ ഇ കൊമേഴ്സ് മാത്രം നിങ്ങൾക്ക് ഒരു 8 പ്രോജക്റ്റ് എന്തോ വന്നായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ സിമിലർ ടൈപ്പ് കുറെ കാര്യങ്ങൾ വരുമ്പോൾ എളുപ്പമായി ചെയ്യാൻ. ഒരു ബേസ് സെയിം ഉണ്ടാക്കിയിട്ട് UI മാത്രമല്ലേ ഏകദേശം മാറത്തുള്ളൂ. അപ്പൊ മാമിന്റെ വർക്ക് ടീം എന്ന് പറഞ്ഞാൽ ലൈക് ട്രിവാൻഡ്രം ബേസ്ഡ് തന്നെയാണ്. അപ്പൊ വർക്ക് ഫ്രം ഹോം ബേസ്ഡ്. പക്ഷെ ഇപ്പം വർക്ക് ഫ്രം ഹോമാ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഓൺ കോൾ റിസോഴ്സ് ഉണ്ട്. ഇപ്പം ലൈക് ബ്ലോക്ക് ചെയിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ട്രിവാൻഡ്രത്ത് മാത്രമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല റിസോഴ്സിനെ കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ കുറച്ച് പേരെ മാത്രം നമ്മൾ ഓൾറെഡി നേരത്തെ റിമോട്ടായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ട്രിവാൻഡ്രം. ഈ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുന്നവർ ലൈക് അവരിങ്ങനെ എപ്പോഴും മാമിന്റെ കേസാണെങ്കിൽ മാമിന് ഇങ്ങനെ ഒരു ബാക്കപ്പ് പ്ലാൻ പോലെ വല്ലതും ഉണ്ടായിരുന്നോ? ആക്ച്വലി അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാരും അങ്ങനെ പറയും. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വേറൊരു പ്ലാൻ ആലോചിക്കണം. പക്ഷെ എന്റെ മനസ്സിലുണ്ടായിരുന്നല്ല, ഇൻ കേസ് നടന്നില്ല എന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് ഒരു ജോലിക്ക് പോവാം, എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും നോക്കാമെന്നായിരുന്നു എന്റെ ബാക്ക് ഓഫ് ദ മൈൻഡ് ഉണ്ടായിരുന്ന പ്ലാൻ. എന്റെ ആവശ്യം വന്നില്ല. ബിടെക് പഠിച്ചൊരു 3 വർഷം വരെ നമുക്ക് എന്തായാലും ജോലി. പിന്നെ എനിക്ക് കോഡ് ചെയ്യാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള വലിയ ഡൗട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഓൾറെഡി ടെക്നോ പാർക്കിൽ കുറച്ച് കമ്പനീസിനൊക്കെ ഫ്രീലാൻസ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അവര് എന്റെ അടുത്ത് 2-3 പ്രാവശ്യം ചോദിക്കുകയും ചെയ്തു നിങ്ങളുടെ എംപ്ലോയി ആവുക. അപ്പൊ ഞാൻ ഇല്ല, ഞാൻ ഫ്രീലാൻസ് ചെയ്യുക, അതുകൊണ്ട് എനിക്ക് എല്ലാവരുടെയും പ്രോജക്ട്സ് എടുക്കുന്നത്. ഇപ്പം ഒരു കമ്പനിയിൽ ജോലിക്ക് പോയി അവരുടെ മാത്രം പ്രോജക്റ്റ് അല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എനിക്കത് നഷ്ടമായിട്ട് തോന്നിയപ്പോൾ അങ്ങനെ പറഞ്ഞായിരുന്നു. പക്ഷെ എപ്പോഴാണെങ്കിലും ആ ഒരു ഓപ്ഷൻ എവിടെ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അതായിരുന്നു ഒരു ധൈര്യം. അപ്പൊ ശരിക്കും വർക്ക് ഫ്രം ഹോമിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നാണ് മാമിന് തോന്നുന്നത്? വർക്ക് ഫ്രം ഹോം ഒരു കോൺസെപ്റ്റിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു പരിധി വരെ വിശ്വാസമുണ്ട്. അത് ഈയിടെ മാറാൻ പോകുന്നില്ല. കാരണം ആ ഒരു കോൺസെപ്റ്റിലോട്ട് കമ്പനീസ് മാറുന്നു. ഇപ്പൊ ഒരു കമ്പനിയുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റാർട്ടപ്പിന്റെ പെർസ്പെക്റ്റീവ് എന്നാണെങ്കിൽ നമുക്ക് വേണ്ട റിസോഴ്സസ് ഇപ്പം നമുക്ക് ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യാനാണെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളവർ, ഇവിടെ ഓഫീസിൽ ട്രിവാൻഡ്രത്തുള്ളവരെ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മുടെ കമ്പനി വർക്ക് ഫ്രം ഹോം മോഡലാണെങ്കിൽ ലോകത്ത് എവിടെയുള്ള ആരെ വേണമെങ്കിലും റിക്രൂട്ട് ചെയ്യാം. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ആൾക്കാർ വന്നും പോയുള്ള സമയം ലാഭം. പിന്നെ അവരുടെ കംഫർട്ടിൽ നിന്ന് വർക്ക് ചെയ്യും. പിന്നെ എംപ്ലോയി പെർസ്പെക്റ്റീവിനാണെങ്കിൽ നമുക്കൊരു ടൈമിങ്ങിന്റെ ഇത് കാണത്തില്ല. 9 to 5 വർക്ക് ചെയ്യണമെന്നോ അത് കാണത്തില്ല. നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം എന്നേ കാണുള്ളൂ. പിന്നെ നമുക്കൊരു ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കണം, 1 മണിക്കൂർ ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം. ഓഫീസിലാണെങ്കിൽ അതൊന്നും പറ്റത്തില്ല. പിന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. ഈ വർക്ക് ഫ്രം ഹോം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ലൈക് എംപ്ലോയീസിന്റെ ലൈക് അവരുടെ ഔട്ട്പുട്ട് കുറയുക, അങ്ങനെ വല്ല ഒരു സിറ്റുവേഷൻ വല്ലതും അറൈസ് ചെയ്യുന്നുണ്ടോ? നമുക്ക് അതായത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നേ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ അവർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് പ്രൊഡക്ടിവിറ്റി കുറയും. എനിക്ക് ആക്ച്വലി തോന്നുന്നത് അവരുടെ എഫിഷ്യൻസിയിൽ വലിയ പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല. ബിക്കോസ് അല്ലെങ്കിൽ അവരെ ഓഫീസിൽ വരുന്ന അവർക്ക് വർക്ക് ചെയ്യത്തുള്ളൂ. മറ്റേ അവർക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അവർ വേണമെങ്കിൽ രാത്രി ഇരുന്നും ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഓഫീസിൽ നിന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചെയ്യത്തില്ല. അവർക്ക് ആ ഫ്ലെക്സിബിലിറ്റി കൊടുത്തിട്ട് അവരുടെ അതായത് ഡെഡ് ലൈൻ കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് പെർഫോം ചെയ്യണമെന്ന് എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിയത്. പല കമ്പനീസ് സെയിം കാര്യമാണ് പറയുന്നത്. കാരണം അവർക്ക് ആ ഒരു അതായത് നമ്മുടെ ബ്രെയിനിനും 45 മിനിറ്റ് കൂടുതലൊന്നും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഓഫീസിൽ നമ്മൾ കണ്ടിന്യൂസ് ഇത്ര അവേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഒരു ഉച്ച കഴിയുമ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയും. പിന്നെ വീട്ടിൽ പോകാനുള്ള ചിന്തയായിരിക്കും. മറ്റേത് നമുക്ക് ഇതിനുള്ള ഫ്ലെക്സിബിലിറ്റി ഉള്ളപ്പോൾ നമുക്ക് ആ 45 മിനിറ്റ് ഏറ്റവും ബ്രേക്ക് എടുത്ത് യൂസ് ചെയ്യാം. ഒരു ലോങ് ടേമിൽ എത്ര വേണം എന്നുള്ള നമുക്ക് കുറച്ചൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ TCS ഇപ്പം കുറെ റിസർച്ച് ചെയ്തിട്ടായിരിക്കുമല്ലോ അവർ ഡെഫിനറ്റ് ആയിട്ട് ഒരു പെർമനന്റ് വർക്ക് ഫ്രം ഹോം ഒരു ഓപ്ഷൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം കുറച്ചൊക്കെ നമുക്ക് ഓവർ ദി ടൈം ഇംപ്രൂവ് ചെയ്യണം. കാരണം എല്ലാവരും ഓഫീസിൽ പോയി വർക്ക് ചെയ്ത് യൂസ് ടു ഫ്രം ഹോം യൂസ് ടു അല്ല. അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ പെർഫോമൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസിന്റെ കറക്റ്റ് ഇംപ്ലിമെന്റേഷൻ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പോകും. ഓക്കെ. സോ ഇൻ ദ ഫ്യൂച്ചർ വർക്ക് ഫ്രം ഹോം ഒരു കൾച്ചർ ആവാനുള്ള ചാൻസ് തന്നെ ഉണ്ടെന്നാണ്? ഉണ്ട്, വളരെയധികം ഉണ്ട്. പിന്നെ ഓൾസോ ഇപ്പം സെയിൽസ് മീറ്റിംഗ്സ് ഒക്കെ നേരത്തെ ഒക്കെ നമ്മൾ വന്ന് മീറ്റ് ചെയ്താലേ ഒരു പ്രൊജക്ട് കൺവേർട്ട് ആവത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ആരെയും പോയി മീറ്റ് ചെയ്യാനുള്ള ഇതില്ല. അതുകൊണ്ട് സൂമിൽ കൂടെ തന്നെ ചെയ്യുന്നു, എഗ്രിമെന്റ് എല്ലാം സോഫ്റ്റ് കോപ്പി അയക്കുന്നു, കാര്യങ്ങൾ കൺവേർട്ട് ആവുന്നു. അപ്പൊ ആ ഒരു ട്രാവലും അതിന്റെ എക്സ്പെൻസസും ഒക്കെ കട്ട് ആവുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു ശീലമാവാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവർക്കും കംഫർട്ടബിൾ ആണ്. ഇപ്പം ദുബായിൽ ഒരു പ്രൊജക്റ്റ് ആണ്, നമ്മൾ അവിടെ പോയി കണ്ട് 2 ദിവസം നിന്ന് തിരിച്ചു വരുന്നതിന്റെ ഒക്കെ ഒരു
മെനക്കേട് മാറുന്നുണ്ട്. അപ്പൊ ലൈക്ക് ഒരു കൺക്ലൂഡിങ് പോലെ ആയിട്ട് ഇപ്പൊ ഇനി മാമിന് ഇപ്പൊ സ്റ്റുഡൻസിനോട് എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഇപ്പൊ ഈ കോവിഡ് സിറ്റുവേഷൻ കഴിഞ്ഞ് മൊത്തത്തിൽ ഇപ്പൊ ജോബ് ആണെങ്കിലും എന്താണെങ്കിലും കുറെ ചേഞ്ചസ് വരാൻ പോവാണ്. എക്കോണമി നല്ലോണം എഫക്റ്റഡ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ ലൈക്ക് സ്റ്റുഡൻസിന് എങ്ങനെ ഫോക്കസ് ചെയ്യണം? ഇപ്പൊ അവരുടെ സ്കിൽ ഡെവലപ്മെന്റിലാണെങ്കിലും എങ്ങനെ അവര് അപ്രോച്ച് ചെയ്യണം അതിനെപ്പറ്റി മാമിന് എന്താ പറയാനുള്ളത്? ഇപ്പൊ നമ്മള് ജോബ്സിന്റെ കാര്യത്തിൽ ഇപ്പം എന്താണ് വളരെയധികം അൺഎംപ്ലോയ്മെന്റ് കൂടാൻ പോകുന്ന കുറച്ച് ഇയേഴ്സ് ആയിരിക്കും അടുത്ത് വരാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ ഇപ്പം ജോബ് തന്നെ ചെയ്യത്തുള്ളെന്ന് വിചാരിക്കുന്നവർക്ക് അവരുടെ സ്കിൽ സെറ്റ് മാക്സിമം ഇംപ്രൂവ് ചെയ്യുക, പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് മാക്സിമം ഉണ്ടാക്കാൻ നോക്കുക. ഇപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത്, നിങ്ങളാണ് അപ്പുറത്തെ സൈഡിലെ HR എന്ന് വിചാരിക്കുക. നിങ്ങൾ അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ ആ HR എന്തിനും നിങ്ങളെ ഹയർ ചെയ്യണം. ആ കാര്യത്തിന് ഇപ്പം നിങ്ങൾ പറയുന്ന ആൻസർ നിങ്ങൾക്ക് തന്നെ സാറ്റിസ്ഫാക്ടറി ആണോ എന്ന് ആലോചിക്കും. ഇപ്പൊ നമ്മൾ പറയും എനിക്ക് 9 CGPA ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്ര മാർക്ക് ഇത്രയും കോഴ്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ HR ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിക്കണം, നിങ്ങൾ ഹയർ ചെയ്യണോ വേണ്ടയോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തന്നെ. അതിനൊരു സാറ്റിസ്ഫാക്ടറി ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചോണ്ട് പോകണം. ആൻസർ പറയുന്നത് മാത്രമല്ല, അത് ശരിക്കും അങ്ങനെ ആയിരിക്കും കൂടെ വേണം. ബിക്കോസ് ഇപ്പം എന്താണ് പെർഫോമൻസ് മോണിറ്ററിംഗ് കറക്റ്റ് ആയിട്ട് നടക്കാറുണ്ട്. ആൻഡ് ഇഫ് നോട്ട് പെർഫോമിംഗ് വിൽ ബി ഫയർഡ്. അപ്പൊ അതുകൊണ്ടും പ്ലേസ്മെന്റ് കിട്ടുന്നത് മാത്രമല്ല, അത് കഴിഞ്ഞ് പെർഫോം ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റാർട്ടപ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന സമയമാണ്. കാരണം ഇപ്പം എല്ലാരും കൂടെ പോയി കഴിഞ്ഞാൽ എന്തായാലും എല്ലാവർക്കും ജോലി കിട്ടാൻ പോകുന്നില്ല. കുറെ പേര് എന്തായാലും അൺഎംപ്ലോയിഡ് ആയിട്ട് നിൽക്കും. അപ്പം ഇപ്പം നമ്മൾ സ്റ്റാർട്ടപ്സ് കുറെ പേരെങ്കിലും തുടങ്ങാൻ പറ്റിയൊരു സാഹചര്യമാണ്. കാരണം ഇപ്പൊ ജോബിന് കാര്യവും ബാക്കി എല്ലാ കാര്യവും ഒരു റിസ്കിൽ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഐഡിയാസ് ഉള്ളവര് മാക്സിമം അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഏറ്റവും വൈബിൾ ആയിട്ട്, അതിപ്പോ ഒത്തിരി നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള കാശ് എല്ലാം കൂടി എടുത്ത് അതിൻ്റെ അകത്തോട്ട് ഇടാതെ ഏറ്റവും വൈബിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് ആലോചിക്കും.